ദ സ്റ്റോൺ, ജീസസ് സെഡ്. കല്ല് നീക്കുവീൻ എന്ന് യേശു കൽപ്പിച്ചു. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യവചനമാണ്. യോഹന്നാൻ്റെ 11:39. കല്ല് ഉരുട്ടി മാറ്റ്, ആ കല്ലെടുത്ത് മാറ്റ് എന്ന് ദൈവം പറയുമ്പോൾ അവിടെ എന്തോ വലിയ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം പോവുകയാണ്. അതുപോലെ അനേക മക്കളുടെ വീട്ടിലേക്ക് ദൈവം തമ്പുരാൻ കൽഭരണിയിൽ നിറച്ച് ദൈവത്തിൻ്റെ വീഞ്ഞ് കൊണ്ടുവച്ചിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധ രക്തം തന്നെ താവ് കോരി കൊടുക്കാൻ പോവുകയാണ്. ആവശ്യമുള്ളവർ 6 കൽഭരണിയിലാണ് ദൈവം അന്ന് കാനാവിലെ കല്യാണത്തിന്. എന്നാൽ ഇന്ന് അനേക മക്കളുടെ ദാഹം തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ കൂടെ കടന്നു വരികയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് കടന്നു വരുമ്പോൾ അവൻ്റെ കൂടെ രാജാവ് വരുന്നിടത്ത് രാജകോലാഹലമുണ്ട്. രാജാവിൻ്റെ കൂടെ ദൈവദൂതന്മാർ, ദൈവത്തിൻ്റെ ശിഷ്യന്മാർ, സകല സാറാഫുകൾ, കെറൂബുകൾ, അങ്ങനെ ദൈവത്തിൻ്റെ ഒരു സിംഹാസനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭവനത്തിലും ഇതാ കടന്നു വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ചില ഭാഗങ്ങളെല്ലാം ഒന്നും വായിക്കുന്നില്ല, സമയം കുറവുള്ളതുകൊണ്ട്. കർത്താവിൻ്റെ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യയിൽ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിന് പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാല് തുടച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ച്, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞു. അസുഖമാണെന്ന് സ്നേഹിക്കുന്ന, അതായത് ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ പോകാറ് സാധാരണ ചെയ്യാറുള്ളൊരു സത്യമാണ്. ഏതോ ഒരു പുസ്തകത്തിനകത്ത് ഇരിക്കുന്ന ലാസറസ് വാസ് വെരി റിച്ച് മാൻ, വളരെ ധനമുള്ളവൻ തന്നെയായിരുന്നു. മറിയ തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലിൽ ഒഴിച്ചിട്ട് അവളുടെ മുടി കൊണ്ട് ഒപ്പി ആ മുറി മുഴുവനും അതിൻ്റെ മണം കൊണ്ട് ഇരിക്കുവാൻ വയ്യ, അതുപോലെ മണം, സൗരഭ്യവാസന. കാരണം ഇത്ര നല്ലവനായ ഒരു കൂട്ടുകാരൻ, ഇത്ര നല്ലവനായ ഒരു ദൈവം നമ്മുടെ വീട്ടിലുള്ളപ്പം കൊടുക്കേണ്ടതായ മാനം കൊടുക്കാൻ മറിയയ്ക്ക് അറിയാമായിരുന്നു. അവൾക്കുള്ളതെല്ലാം അവൾ കൊണ്ട് കർത്താവിൻ്റെ കാൽപ്പാദത്തിൽ വെച്ചു. അപ്പം കർത്താവിന് ഇത്രമാത്രം സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ ഇത് ദൈവത്തെ അറിയാവുന്ന ലാസറസിന് അസുഖം വന്നു. അപ്പം നമ്മളൊന്ന് ഇത്രയും ദൈവത്തെ അറിയാവുന്നവർക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. അസുഖം വന്നു കഴിഞ്ഞപ്പം ഉടനെ തന്നെ അറിയിക്കേണ്ടവനെ അവർ അറിയിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിനെ വിളിച്ച് അറിയിക്കുകയാണ്, അത് നിൻ്റെ ഇഷ്ടമുള്ള ദാസന് അസുഖമായിട്ട് കിടക്കുന്നു, വേഗം വരണം. പക്ഷെ ദൈവം അത് മനസ്സിലാക്കി. പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ഇത് മരണത്തിനല്ല, ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആകയാൽ. അതാണ് ചില കാര്യങ്ങളിൽ നമുക്ക് ഉടനടി ഉത്തരം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവം മറന്നു വന്നല്ല, ഇത് ദൈവത്തിന് അറിയാമായിരുന്നു തൻ്റെ മഹത്വത്തിന് വേണ്ടി, പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി പുത്രനെ മഹത്വപ്പെടുത്താൻ സമയമായതിനാൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചേ ഒക്കൂ. കാരണം എല്ലാ ദിവസവും അപ്പനും മകനും കൂടെ സംസാരിക്കുമ്പം അന്നുള്ള വിശേഷങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. നമ്മൾ സ്വന്തം വീട്ടിൽ സ്വന്തം ഭർത്താവിനോടും സ്വന്തം മക്കളോടും അപ്പനമ്മമാരും മക്കളോട് സംസാരിക്കുന്ന പോലെ തന്നെ യേശുക്രിസ്തു പിതാവിനോട് ഏകനായിട്ട് മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ മർക്കോസിൻ്റെ സുവിശേഷം 1:36 പറയുന്നുണ്ട്, അവൻ വിജനമായ സ്ഥലത്ത് അതിരാവിലെ എഴുന്നേറ്റ് പോയിരുന്ന പിതാവിനോട് സംസർഗം ചെയ്തു, പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് വൺവേ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു വലിയ സത്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവശബ്ദം ഇങ്ങോട്ടൂടെ കേൾക്കാൻ ഒക്കുമ്പം ജീവനുള്ളൊരു ദൈവം നമ്മളോട് സംസാരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മളെ ദൈവം മാറ്റി വിളിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇത് സത്യത്തിൽ ഈ വചനം ദൈവം വേറൊരു ദൈവദാസനെ കൂടെ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് ഇതിൻ്റെ മനോഹരത്വം, അതിൻ്റെ ആ വിശുദ്ധി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരിൽ കൂടെ സത്യവചനങ്ങളുടെ മർമ്മങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊണ്ടിട്ട് ആ മനുഷ്യനിൽ കൂടെ ദൈവം അത്രയും സംസാരിച്ചതിൽ എനിക്ക് സന്തോഷമാണ്. അത് കേൾക്കാൻ എനിക്കിടയായതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ദൈവം ഇത് വചനം പറയുന്ന സമയത്താണ് ഈ കൽഭരണിക്കകത്ത് ഇങ്ങനെ നിറച്ച് ചുമന്ന നിറത്തിലുള്ളത്, എൻ്റെ രക്തമാണോ എൻ്റെ വീഞ്ഞാണോ, അതിങ്ങനെ ഗ്ലാസ്സിലിങ്ങനെ കോരി അനേക മക്കൾക്ക് കൊടുക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ അതുപോലെ മർമ്മങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങളെ ഈ വചനത്തിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് 11-ാം അധ്യായത്തിൽ ലാസറസിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്, അതായത് മരിച്ച ലാസറസിനെ ഉയർത്തെഴുന്നേച്ചതാണെന്നുള്ള മിക്ക വിശുദ്ധന്മാർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പം ലാസറസിനെ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ്
വിശേഷം ദൈവത്തിനെ അറിയിച്ചിട്ട്, ക്രിസ്തുവിനെ അറിയിച്ചിട്ട് 3 ദിവസം അവിടെ തന്നെ ഇരുന്നു. 4-ാമത്തെ ദിവസമാണ് യേശു ക്രിസ്തു കടന്നു വരുന്നത്. 4-ാമത്തെ ദിവസം കടന്നു വന്ന ഉടനെ തന്നെ മാർത്ത അറിഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുന്നുണ്ട്. എന്നാൽ മേരി ഓടിച്ചെല്ലുന്നില്ല. മേരി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. മേരി വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ അടുക്കൽ ഈ വിശേഷങ്ങൾ, അയ്യോ നീ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ അവൾ സങ്കടം പറയുമ്പോൾ യേശു അവളോട് പറയുന്നു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. അതായത് യോഹന്നാന് 11:23. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരിക്കുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കത്തില്ല. ഈ വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും. ആരാ ഈ പറയുന്നത്? സൃഷ്ടിച്ച ദൈവത്തിനറിയാം ഞാനാണ് സൃഷ്ടിയുടെ ഉടമസ്ഥൻ. എൻ്റെ കയ്യിൽ തന്നെയാണ് ജീവനും മരണവും. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കത്തില്ല, ഒരു നാളും മരിച്ചു പോകത്തില്ല. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വേറൊരു സ്ഥാനം ദൈവം കൊടുക്കുകയാണ്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ആ തീരുമാനമെടുക്കാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ക്രിസ്തുവിലായവൻ ഒരിക്കലും മരിക്കുന്നില്ല. എൻ്റെ അർത്ഥം നമ്മൾ ഈ ലോകത്തിൽ തന്നെ അങ്ങ് അധികം നാൾ ജീവിക്കുന്നതാണ്. അല്ല, നമ്മുടെ ആത്മാവ് ജീവിച്ചു കഴിഞ്ഞു. നമ്മുടെ ആത്മാവിനി മരിക്കത്തില്ല. അത് ഇവിടെ അവിടെ ഊടാടിയൊന്നും നടക്കത്തില്ല. പല രൂപത്തിലൊന്നും കടന്നു വരുന്നില്ല. ഒരേ ഒരു ആയുസ്സിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം ദൈവം ഒരവസരം തരുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനമാണ് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യോഹന്നാൻ്റെ 11:25. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചുകൊണ്ടുവരുന്നു. ഇവിടെയാണ് അപ്പം ദൈവം തമ്പുരാൻ ആരെ എന്ന് മനസ്സിലാക്കുന്ന സത്യം, അത് ഏത് വിധേനെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഉൾക്കൊണ്ടാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. ഈ ലോകത്തിൽ നീതിമാനും ദുഷ്ടനുമുണ്ട്, ഭാഗ്യവാന്മാരുമുണ്ട്, അധമന്മാരുമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ഭാഗ്യവാനാണ്. ആ ഉന്നത പദവിയിലേക്ക് കയറ്റുവാൻ ക്രിസ്തു എത്രയോ പ്രാവശ്യമാണ് തൻ്റെ ജീവിതകാലം ഉപയോഗിച്ചത്. മരിച്ചു കഴിഞ്ഞും ഇന്നും പരിശുദ്ധാത്മാവിൽ ദിനം തോറും ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വചനം കടന്നു വരുമ്പോൾ അനേകരുടെ ഹൃദയത്തിനകത്തിരിക്കുന്നതായ ആ കല്ലുണ്ടല്ലോ, ഈ ദൈവം ആരെന്നറിയാൻ വയ്യാതെ അടഞ്ഞിരിക്കുന്ന ആ കല്ല് ഉരുട്ടി മാറ്റ്. ഇത് മാറുകയാണ്. മാറട്ടെ, ആ കല്ല് മാറിപ്പോ. ടേക്ക് അവേ ദറ്റ് സ്റ്റോൺ. പലതരത്തിലുള്ള ഇപ്പം ദൈവം തമ്പുരാൻ, ആ ഭാഗം കൂടെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 39 കർത്താവ് പറയുന്നത്, കല്ല് നീക്കുവീൻ എന്ന് യേശു കൽപ്പിച്ചു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. ഇതാണ് കർത്താവ് 3 ദിവസം ലാസറസിനെ അടക്കിക്കഴിഞ്ഞ് 4-ാം ദിവസമായിട്ട് ഈ കല്ലറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവിന് അറിയാം അവൻ എന്താ ചെയ്യാൻ പോകുന്നത്. അവൻ ജീവൻ്റെ ഉറവിടമാണ്. ക്രിസ്തു ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അറിഞ്ഞിട്ട് ക്രിസ്തു മാർത്തയോടും മറിയോടും സംഭാഷണം ചെയ്യുകയാണ്. കല്ലെടുത്ത് ഉരുട്ടി മാറ്റാനായിട്ട്. അതിനു മുമ്പ് കർത്താവ് കരയുന്നെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവാണ്, ലോകത്തിൻ്റെ സൃഷ്ടാവാകുന്ന ദൈവം തമ്പുരാനാണ് ഈ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരക്ഷരം പോലും മിണ്ടാതെ, എത്ര വലിയ മലയായിരുന്നെങ്കിലും, എത്ര വലിയ തിരമാലയാണെങ്കിലും, എത്ര പർവ്വതമാണേലും ദൈവത്തിൻ്റെ മുമ്പിൽ താനെ മാറിപ്പോയനെ. അല്ല, ഈ ലോകത്തിലുള്ള സകല ദൂതന്മാർ, ഈ വെട്ടേറ്റ് കിടക്കുന്ന ദൂതന്മാരൊക്കെ ഇല്ലേ, അവന്മാരെല്ലാവരും കൂടെ വന്ന് ഈ കല്ലറയുടെ മുമ്പിൽ വന്നിരുന്നാലും ക്രിസ്തുവാണ് അവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ അവർ തന്നെ മാറിപ്പോയനെ.
അവൻ 7 വഴിയായിട്ട് ഓടിപ്പോയന്. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു ക്രിസ്തു എന്തുകൊണ്ടാണ് ശവക്കോട്ടയുടെ അല്ലെങ്കിൽ കല്ലറയുടെ മുമ്പിൽ വന്ന് അങ്ങനെ മൗനമായിട്ട് നിന്നത്? കുറച്ചു നേരം കല്ല് മാറ്റുക. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. കർത്താവ് പറയുന്നത് കല്ല് ഉരുട്ടി മാറ്റ്, കല്ല് നീക്കുക. നമ്മളോട് പറയുന്നത് കല്ല് ഉരുട്ടിയെങ്കിലും മാറ്റ്. ഇപ്പോൾ ജീവിതകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധിക്ക് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെല്ലാം കുറവുകൾ, എന്തെല്ലാം മരണജീവിതം, അതായത് മരിച്ച് ജീവിക്കുന്ന ജീവിതമാണ് പല വിശ്വാസികളുടെയും. അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി ഇന്ന ദിവസം ഈ കല്ലുകളൊന്ന് ഉരുട്ടി മാറ്റാനായിട്ട് ദൈവം തമ്പുരാൻ കടന്നു വരികയാണ്. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഗലാത്യർ എഴുതിയ 6-ാം അധ്യായത്തിൻ്റെ 7 തൊട്ട് 10 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, Do not be deceived. God cannot be mocked. A man reaps what he sows. നമ്മൾ എന്ത് വിത്തിടുന്നോ അതേ നമുക്ക് ഫലമായിട്ട് വരത്തുള്ളൂ. നമ്മൾ പയറിൻ്റെ വിത്താണ് എടുത്തിടുന്നതെങ്കിൽ ആ പയറിൽ നിന്ന് ഒരു മാവ് കിളുത്ത് വരത്തില്ല ഒരിക്കലും. മാവിൻ്റെ വിത്താണ് ഇടുന്നെങ്കിൽ അതിൽ നിന്നൊരു തെങ്ങ് കിളുത്ത് വരത്തില്ല. നമുക്കെല്ലാം ആ സത്യങ്ങൾ അറിയാം. അങ്ങനെയെങ്കിൽ ഗലാത്യറിനകത്ത് എഴുതിയിരിക്കുന്ന 6-ാം അധ്യായത്തിൽ ദൈവത്തെ ആരും കളിപ്പിക്കാൻ നോക്കണ്ട. നമ്മൾ ഏത് വിത്തിടുന്നോ അതേ ഫലമായിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ വിത്താണ് ഇടുന്നതെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ വചനം പറയുന്നത്. ഈ പറയുന്ന ഞാൻ പോലും 4 ദിവസം വചനം പറയാതിരുന്നാൽ ഞാനും താണുപോകും. ഏതോ ഒരു ഉപദേശി പറഞ്ഞു കേട്ടു, രാത്രി മുഴുവനും അദ്ദേഹം അലച്ചുപോയി പ്രസംഗിച്ചുകൊണ്ട് നടക്കും. എല്ലാ വീടുകളുടെയും മുമ്പിൽ റോഡിൻ്റെ പതുക്കെ പക്കത്ത് നിന്നുകൊണ്ട് പ്രസംഗം. എന്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ ഞാനിത് പ്രസംഗിച്ചില്ലെങ്കിൽ ഞാനും താണു വീണു പോകും. അതുകൊണ്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രസംഗിക്കുന്നതെന്ന്. ചിലപ്പോൾ അതും സത്യമല്ലേ? നമ്മൾ തന്നെ നമ്മുടെ 2 ചെവികൾ കേൾക്കണം ഈ ദൈവത്തിൻ്റെ സത്യം, അല്ലെ നമ്മളും വീണുപോകും. ഏതൊരു ഉന്നത പദവിയിരിക്കുന്ന വിശുദ്ധനെന്ന് ക്ലെയിം ചെയ്യുന്നവർ പോലും ഒരു നിമിഷം കൊണ്ട് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം ഉരുവിടണം, വചനം മെഡിറ്റേറ്റ് ചെയ്യണം, വചനത്തിൽ കുളിക്കണം. വചനമാകുന്ന ജലസ്നാനത്തിൽ കുളിക്കാതെ നമുക്ക് വളർച്ച ഉണ്ടാകത്തില്ല. മരടിച്ചിരിക്കുന്ന അനേക മക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ കടന്നു വന്നു, നിങ്ങൾ എന്ത് വിത്താണ് ഇടുന്നത് അത് മാത്രമേ കിളുക്കത്തുള്ളൂ. നല്ല വിത്താണ് ഇടുന്നതെങ്കിൽ ആ നല്ല വിത്ത് കിളുക്കുക തന്നെ ചെയ്യും. ടെലിവിഷൻ ഒരു ഹരമായിട്ട് മാറുന്ന ഒരു കാലയളവാണിപ്പം. ഒരു പ്രസ് ബട്ടൺ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വരും. പക്ഷേ 60 വയസ്സിന് കൂടുതൽ പ്രായമുള്ള അമ്മയപ്പന്മാരോട് ഞാൻ പറയുന്നു, അല്പനേരം അതെല്ലാം ഒന്ന് നിർത്തിവെച്ചേച്ച് അടുത്ത തലമുറയെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം വചനം കൊണ്ട് നിറയ്ക്കണം. ദൈവവചനത്തിന് ജീവനുണ്ട്. ഇത് ഇരുവാഴ്ത്തലയുള്ള വാളാണ്. ഇതെടുത്ത് നിരന്തരം അയച്ചുകൊണ്ടിരിക്കാൻ നമ്മളല്ലാതെ വേറെ ആരും ഈ ഭൂമിയിലില്ല. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ? എനിക്ക് പ്രായമായില്ല. ഞാൻ കിടക്കുന്നിടത്തിരുന്ന് ഉറക്കെ പറയാമല്ലോ, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു, സർവശക്തൻ്റെ നെടുവിൻ കീഴിൽ പാർക്കുന്നു എൻ്റെ മക്കൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കത്തില്ല എൻ്റെ മക്കൾ. 23-ാം സങ്കീർത്തനം, യഹോവ എൻ്റെ മക്കളുടെ ഇടയനാകുന്നു, എൻ്റെ മക്കൾക്കൊന്നിനും മുട്ടില്ല. നന്മയും കരുണയും ആയുഷ്കാലവും ഒക്കെ അവരെ പിന്തുടരും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നതിന് എന്താ തടസ്സം? നമ്മൾ ഏത് വിത്തിടുന്നുവോ അത് മാത്രമേ കിളുക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. എന്തിന്? ഒരു വിത്തിൻ്റെ ശക്തി എന്ന് കേട്ടാൽ നമ്മൾ ഒരു വിത്തിട്ടേച്ച് പല കാലങ്ങൾ അത് കിളുക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടും. ഒരു കാലം അത് പെട്ടെന്ന് കിളുത്ത് വരുന്നത് ഞാൻ കാണും. ഇവിടെ തൊട്ടങ്ങപ്പുറത്തെ വീട്ടിൽ തന്നെ അവിടെ ഒത്തിരി ഓമയുണ്ടായിരുന്നു പണ്ട് കാലത്ത്, പിന്നെ അതില്ലായിരുന്നു. എന്നാൽ ഇപ്പം ഞാൻ വന്നപ്പം അങ്ങേ അപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു ഓമ കിളുത്ത്. പണ്ടെങ്ങാണ്ട് കിടന്ന ഒരു വിത്ത് അത് പിന്നെയും കിളുത്ത് വരുന്നു. ദൈവം തമ്പുരാൻ ഓരോന്നിനും ഓരോ സമയം വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് വിത്താണ് ഇടുന്നത് അത് കിളുത്ത് വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, എല്ലാം ഒരു വിത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന്. ശരിയല്ലേ? ദൈവത്തിൻ്റെ സകല സൃഷ്ടിയെ നോക്കുമ്പോൾ ഒരു സൃഷ്ടാവുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ശരിയല്ലേ? ഒരു വൃക്ഷം ഉണ്ടാക്കിയപ്പോൾ അതിന് ആദ്യം ഒന്നാം അധ്യായത്തിൽ ജനസിസ് പറയുന്നുണ്ട്, അതത് തരത്തിലുള്ള വിത്തുകൾ വെച്ചാണ് വൃക്ഷങ്ങളെപ്പോലും ദൈവം സൃഷ്ടിച്ചതെന്ന്. അപ്പോൾ ഏതൊരെണ്ണത്തിലും അതിന് ഉൽപ്പാദന ശക്തിയുള്ള ഒരു വിത്തിനെ കൂടെ ദൈവം ഇട്ടിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് എങ്കിൽ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു സൃഷ്ടാവുണ്ട്. അവൻ ജീവനുള്ള ദൈവമാണ്. ജീവന് മരണത്തെക്കാട്ടി ശക്തിയുണ്ട്, വെളിച്ചത്തിന് ഇരുട്ടിനെക്കാട്ടി ശക്തിയുണ്ട്. ഭൂമി മുഴുവനും ഇരുട്ടായിരുന്നെന്നാണ് വേദപുസ്തകത്തിൽ ആദ്യത്തെ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു, ഉൽപ്പത്തിയിൽ. എന്നാൽ പരിശുദ്ധാത്മാവ് പരിവർത്തനം ചെയ്തുകൊണ്ടേയിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയേണ്ടവൻ പറഞ്ഞപ്പോൾ, ക്രിസ്തുവാണത് പറഞ്ഞപ്പോൾ അവിടെ വെളിച്ചം വന്നു.
അപ്പോൾ ഈ ജീവിതത്തിൽ ലാസറസിനെ പോലെ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലുള്ള ജീവിതം നയിക്കുന്നവരുണ്ട്. കടബാധ്യതകൾ കൊണ്ട് ഭാരത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. രോഗം കൊണ്ട്, ദീനം കൊണ്ട്, വേദന കൊണ്ട് ജീവിക്കാൻ വയ്യ. പണമില്ലാതെ എവിടെ ചെന്നാണെന്ന് കൈനീട്ടിയാൽ ഒരല്പം ആശ്വാസം കിട്ടുന്നതെന്ന് വേദനിക്കുന്ന മനുഷ്യരുണ്ട്. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ അനേക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലയളവിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ കൽപ്പരണി നിറച്ച് എൻ്റെ സമ്പത്തുണ്ട്, എൻ്റെ രക്തം, ഇത് ഞാൻ ഇഷ്ടം പോലെ കോരി വാങ്ങിച്ച് കൊടുക്കാൻ തയ്യാറാണ്. ആവശ്യമുള്ളവർ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. അതുതന്നെ യോഹന്നാൻ്റെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, വയറ്റിൽ നിന്നെന്നാണ്, ഹൃദയത്തിൽ നിന്നല്ല പറയുന്നത്, വയറ്റിൽ നിന്ന്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവനദി പുറത്തോട്ട് കടന്നു വരും. എത്ര പേരുടെ ഉള്ളിൽ നിന്നാണ് ജീവനദി പുറത്തോട്ട് കടന്നു വരുന്നത്? ഈ ജീവനദിയാകുന്ന ക്രിസ്തു ഈ കല്ലറയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവിടെ നിൽക്കുകയാണെന്ന് ഒന്നും പറയാതെ അല്പനേരം മിണ്ടായിരിക്കുന്നു. ദൂതസംഘങ്ങളെ അതിശയിക്കുകയാണ്, എന്താണൊന്നും ചെയ്യാത്തതെന്ന്. മനുഷ്യർ ഏതായാലും ഒരു ഹോപ്പൊന്നുമില്ല. 4-ാം ദിവസം, ശരിയല്ലേ? 4-ാം ദിവസം ക്രിസ്തു വന്ന് നിൽക്കുമ്പോഴേ ക്രിസ്തു പറയുകയാണ്, കല്ല് നീക്കുവീനെന്ന് യേശു കൽപ്പിച്ചു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത തന്നെയാണ് വിവരം അറിയിച്ചത്. മാർത്ത തന്നെയാണ് പറയുന്നത്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുവെന്ന്, എനിക്ക് നിത്യജീവനുണ്ടെന്നറിയാം, ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറയും. ഈ മാർത്ത തന്നെ ഇപ്പോൾ പറയുകയാണ്, അയ്യോ കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ? ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിനെ വിളിച്ചു വരും, എന്നിട്ട് പറയും, അയ്യോ 1,00,000 രൂപ കടമുണ്ട്, ഈ മനുഷ്യനൊരു ജോലിയില്ല, എങ്ങനെ ഇത് വീട്ടാനാ കർത്താവേ, ഇനി എന്ത് ചെയ്യാനാ, പിള്ളേരെ കൂടെ വിൽക്കേണ്ടി വരുമോ? എൻ്റെ കർത്താവേ, എന്താ ചെയ്യേണ്ടത്? ദൈവം തമ്പുരാൻ എത്ര, ഈ ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥനായ ദൈവം വരുമ്പം ഇതിനൊരു പരിഹാരമുണ്ടാക്കും, ഇതിനൊരു നീക്കുപോക്കുണ്ടാക്കും, ഇതിനൊരു പ്രതിവിധി ദൈവം തമ്പുരാൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ കൈകളിലേക്ക് എൻ്റെ കൈകൾ, അതായത് ദാസൻ യജമാനൻ്റെ കയ്യിലേക്കും ദാസി യജമാനത്തിയുടെ കയ്യിലേക്കും, കണ്ണിലെന്നല്ല ഇവിടെ പറയുന്നത്, കയ്യിലേക്ക് നോക്കുന്നത് പോലെ എന്തോ കൊണ്ടുവന്ന് നിൽക്കുന്നതായ ക്രിസ്തു വന്ന് ഇതേ കല്ലറയുടെ മുൻപിൽ വന്ന് നിന്നിട്ട് കല്ല് മാറ്റാൻ പറയുന്നു. എന്നാൽ കല്ല് തന്നെ മാറാൻ അങ്ങോട്ട് പറയാൻ വയ്യായിരുന്നു. ഇല്ല, കർത്താവ് ചെയ്തില്ല. അത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ കല്ല് മാറ്റാൻ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിലുള്ള അവിശ്വാസം പുറത്തു വന്നു. മാർത്ത പറയാം, അയ്യോ 4 ദിവസമായി നാറ്റം വെച്ചെന്ന്. അതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണത് മനസ്സിലാക്കുന്നത്. അപ്പം ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിൽ പല കല്ലുകളും കൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത്. അതിൽ 4 കല്ലുകളാണ് ആ വിശുദ്ധൻ പറഞ്ഞത്. ഒന്ന്, ദ സ്റ്റോൺ ഓഫ് അൺബിലീഫ്. 2, ദ സ്റ്റോൺ ഓഫ് ലേസിനെസ്, ദ സ്റ്റോൺ ഓഫ് കണ്ടൻറ്റ്മെൻറ്റ് ആൻഡ് ദ സ്റ്റോൺ ഓഫ്, ഒരെണ്ണം കൂടിയുണ്ട്, 4, ദ സ്റ്റോൺ ഓഫ് ഫോൾസ് സാറ്റിസ്ഫാക്ഷൻ. ഈ 4 എണ്ണമാണ് അതിലെല്ലാം എടുക്കാൻ ഒക്കുന്നത്. ഒന്ന് സ്റ്റോൺ ഓഫ് അൺബിലീഫ്, സ്റ്റോൺ ഓഫ് ലേസിനെസ്, സ്റ്റോൺ ഓഫ് ഫോൾസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കെയർലെസ്നെസ്. അതായത് അവിശ്വാസമാകുന്ന കല്ല്, മടി, അലസതയുടെ കല്ല്, എല്ലാം എനിക്കുണ്ട്, ഇതൊക്കെ മതിയെന്നും പറഞ്ഞ് ഒരു ചെറിയ കാര്യങ്ങളിൽ തൃപ്തിയായിട്ട് അങ്ങ് ഇരിക്കുക, അതും ഒരു കല്ലാണ്. പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് കരുതാതിരിക്കുന്ന ഒരു കല്ല്. ഇങ്ങനെ പല കല്ലുകളാണ് ഓരോ മനുഷ്യൻ്റെ. പിന്നെ നമുക്ക് അവിശ്വാസത്തിൻ്റെ കല്ലുകളിലേക്ക് നോക്കാം. അവിശ്വാസത്തിൻ്റെ കല്ലാണ് ഇവിടെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11:39 വാക്യത്തിൽ കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കല്ല് നീക്കാനായിട്ട് വരുന്നുണ്ട്. എങ്കിലും മാർത്ത പറയുകയാണ്, അയ്യോ 4 ദിവസമായില്ലേ, ഇതിന് നാറ്റം വെച്ചില്ലേ എന്ന്. ഞാനും അങ്ങനെ തന്നെയല്ലേ. ദൈവം വന്നത് ചെയ്യും 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 എന്ന് പറയുന്നതിന് മുമ്പ് അയ്യോ നമ്മൾ നെഗറ്റീവ് നാവുകൊണ്ട് പറയുകയാണ്. കർത്താവ് ചെയ്യാനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഈസ് ജസ്റ്റ് വെയിറ്റിംഗ്, പോസിങ്. അത് ഇംഗ്ലീഷിൽ പറയുമ്പം ടേക്ക് അവേ ദ സ്റ്റോൺ ഹീ സെഡ്, ബട്ട് ലോർഡ് സെഡ് മാർത്ത, ദ സിസ്റ്റർ ഓഫ് ദ ഡെഡ് വൺ. By this time there is a bad order, for he has been there 4 days. അതാണ് മാർത്ത ഉടനെ 4 ദിവസമായി ഈ കല്ലിൻ്റെ ഈ കല്ലറയ്ക്കകത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ നാറ്റം പുറത്തു വരുന്നെന്ന്. നാറ്റം വരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഷീ സ്മെൽഡ് ഇറ്റ്. ദർ ഈസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദർ വിൽ ബി എന്നല്ല, ദർ ഈസ് എ ബാഡ് ഓർഡർ. ഒരു നാറ്റം ജീവിതത്തിൽ
ഇനി ഇനി താഴാനില്ല, ഇതിൽ കൂടുതലൊരു അപവാദം കേൾക്കാനില്ല, ഇതിൽ കൂടുതലൊരു ജീവിതത്തിൽ എനിക്കിനി ഒരു ഇഞ്ച് മുൻപോട്ട് പോകാൻ വയ്യാതെ നാറ്റം വെച്ച അവസ്ഥയിൽ ഇരിക്കുന്ന ജനതയോട് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് പറയുന്നു, ഐ എം ഗോയിങ് ടു റിമൂവ് ദ സ്റ്റോൺ ടുഡേ. റിമൂവ് ഇറ്റ്. സംബഡി റിമൂവ് ഇറ്റ്. ഐ ടെൽ റിമൂവ് ഇറ്റ് ഫോർ ദ ലോഡ്. അത്രയും ചെയ്ത് കഴിയുമ്പം ദൈവത്തിന് അല്പ ദേഷ്യമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, ഡിഡ് ഐ നോട്ട് ടെൽ യു ദാറ്റ് ഇഫ് യു ബിലീവ്ഡ് യു വുഡ് സീ ദ ഗ്ലോറി ഓഫ്. ഞാൻ പറഞ്ഞില്ലേ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. വീണ്ടും ഓർപ്പിക്കുകയാണ്. നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അല്പ ദേഷ്യത്തോടും ദൃഢതയോടും കൂടിയാണ് ഇപ്പോൾ പറയുന്നത്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അത് തന്നെയല്ലേ ഈ വചനങ്ങൾ മുഴുവനും. ഈ വാക്യത്തിൽ എപ്പോഴും പറയുന്നത് ഡു നോട്ട് ഫിയർ, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. 365 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തിലെന്ന്. ഞാൻ എണ്ണീട്ടില്ല, ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നും ഭയപ്പെടണ്ട. എനിക്ക് ഏറ്റവും ആശ്വസിപ്പിക്കുന്ന ഒരു വേടാണ് ഭയപ്പെടണ്ട. നമ്മുടെ ഉള്ളിലെല്ലാം ഭയം അറിയാതെ കയറും. നേരത്തെ ഞാൻ പ്രസംഗിച്ചത് നിഗളം കൊണ്ടാണ് ഭയം വരുന്നതെന്ന്. അത് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ട്. പക്ഷെ കർത്താവ് ഭയപ്പെടണ്ടെന്ന് പറയുന്നത് എപ്പോഴും എനിക്കൊരു വലിയ ആശ്വാസമാണ്. അതുപോലെ ഞാൻ നിന്നെ ഒരു നാൾ ഇട്ടേച്ച് പോകത്തില്ല. ഇങ്ങനെ ചില വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ, അയ്യോ ഞാൻ പറഞ്ഞ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, ഞാൻ എത്ര ദിവസം പ്രാർത്ഥിച്ചു ചേർത്ത്, ഇല്ല ഞാൻ ചെയ്യും ചെയ്യും ചെയ്യും. ഇപ്പോൾ കാലങ്ങളിൽ അങ്ങനെയല്ല, അത് കർത്താവ് ചെയ്യും 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 ചെയ്യും, അവൻ്റെ സമയത്ത് അത് ഉറപ്പുണ്ട് എന്ന് പറയാനും മാത്രം അല്പം കൂടെ ധൈര്യം നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് നീക്കാൻ പറഞ്ഞപ്പോൾ കല്ല് നീക്കി ക്രിസ്തു വിളിച്ചു, ലാസറസ് കംഫോർട്ട്, ലാസറസെ പുറത്തോട്ട് പോയെന്ന് വിളിച്ചപ്പോൾ അവൻ ശക്തി പ്രാപിച്ച് ജീവൻ പ്രാപിച്ച് എന്നേക്കായിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നു. പിന്നെ ലാസറസ് ജഡത്തിൽ മരിച്ചു, പക്ഷേ ആത്മാവിൽ ഒരിക്കലും മരിച്ചിട്ടില്ല. ദൈവത്തെ കണ്ടു. ദ സ്റ്റോൺ ഓഫ് അൺബിലീഫ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഏറ്റവും വലിയ പാപം അത്. അൺബിലീഫ് ആകുന്ന പാപത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയണം. അതുപോലെ തന്നെ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമത്ത് കാലത്ത് ഇസ്രായേലിന് കാദേശ് ബർണയുടെ അടുക്കൽ വന്നപ്പോൾ മോശ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഫെയർവെൽ സ്പീച്ചാണ്, ദൈവം ഇതുവരെ നിങ്ങളെ നടത്തിയ വിധങ്ങൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വീണ്ടും ദൈവത്തോട് ഒരു ഉടമ്പടി എടുക്കണം. ഞാനും അത് തന്നെ പറഞ്ഞത്, വീണ്ടും ഒരു ഉടമ്പടി എടുക്കുക ദൈവത്തോട്. ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അവനെ ഉടമ്പടിയോടുകൂടെ കടന്നു വരിക. നിങ്ങൾ ഇത്രയെല്ലാം അതിശയത്തിൽ കൂടെ കൊണ്ട് നടത്തിയിട്ടും നിങ്ങൾ കാദേശ് ബർണ എന്ന സ്ഥലത്ത് വന്ന് ദൈവത്തോട് മറുത്തു നിന്ന്, അതായത് അമോറൈറ്റ്സിൻ്റെ അടുക്കൽ വന്ന് അവരുടെ ദേശം പോയി പിടിച്ചെടുക്കാൻ പറഞ്ഞു. മോശ പറഞ്ഞു, നല്ല ദേശമാണ് കനാൻ ദേശം, നല്ല ഫലവത്തായിട്ടുള്ളതാണ്, പോയി മലയുടെ മുകളിൽ കയറിയിട്ട് ആ ദേശം പിടിച്ചെടുക്കാൻ പറഞ്ഞപ്പം അവരൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അല്ല, നമ്മൾ 12 പേരെ പറഞ്ഞു വിട്ടാൽ മതി, അവർ പോയി നോക്കി വെച്ച് വരട്ടെ. അങ്ങനെ 12 പേരെ പറഞ്ഞു വിട്ടു. പക്ഷേ അവിടെയുള്ള ആളുകൾ വലിയവരാണ്, അവർ വലിയ രാക്ഷസന്മാരെ പോലെ, ഞങ്ങൾ വെട്ടുക്കിളിയെപ്പോലെയാണെന്ന് പറഞ്ഞു. അവർ വെട്ടുക്കിളിയെപ്പോലെയാണെന്ന് പറഞ്ഞപ്പം എല്ലാവരുടെയും ഹൃദയം മടുത്തു. അങ്ങനെ ആ ദേശം അവർക്ക് കിട്ടാതെ പോയി, അവിശ്വാസം മൂലം. അതേപോലെ 2 രാജാക്കന്മാർ 7 ഇസ്രായേലിനെതിരായിട്ട് ബെൻഹദാദ്, അതായത് അരാമ്യൻസ് വന്നിട്ട് ചുറ്റും പാളയം മറിച്ചു. ഒരു സ്ത്രീ തൻ്റെ മകനെ പുഴുങ്ങി തിന്നു, മറ്റേതിനെ കൂടെ തരണമെന്നും പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കിയപ്പോൾ രാജാവ് അതിലൂടെ നോക്കിയപ്പം ഈ സ്ത്രീ വിളിച്ചു പറയുന്നത്, രാജാവെ എന്നെ രക്ഷിക്കണമേ, എന്നെ സഹായിക്കണം. എന്താണെന്ന് ചോദിച്ചപ്പം, ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പുഴുങ്ങാൻ കൊടുത്തു, ഞങ്ങൾ രണ്ടും കൂടെ തിന്നു. അവൾ പറയും നാളെ എൻ്റെ കുഞ്ഞിനെ തരാമെന്ന്. അവിടെ കുഞ്ഞിനെ അവൾ ഒളിപ്പിച്ചു തന്നില്ല. ഇത് കേട്ടപ്പോൾ രാജാവ് തൻ്റെ വസ്ത്രം കീറി റെട്ടെടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ രാജാവ് വിനയപ്പെട്ടു. രാജാവിനെ എലീഷയെ കൊല്ലാനായിട്ട് ആളിനെ വിടുക. എലീഷയുടെ അടുക്ക വന്നപ്പം പറയുന്നുണ്ട്, എലീഷ പറയും, നാളെ ഈ സമയത്ത് ഷേക്കലിന് 1 സെയ ഗോതമ്പ്, ഷേക്കലിന് 1 സെയ യവവും വിൽക്കും. അപ്പോൾ സേനാധിപതി പറഞ്ഞു, അത് ആകാശത്തിൽ നിന്ന് സ്വർഗം തുറന്നിട്ടാലും സംഭവിക്കാൻ പോകുന്നില്ല, കെട്ടിത്തൂക്കിയാൽ നടക്കും. അപ്പം പ്രവാചകൻ പറഞ്ഞു, നീ കാണും, പക്ഷെ നീ അനുഭവിക്കത്തില്ല എന്ന്. അവിശ്വാസം. അവൻ കണ്ടു പിറ്റേ ദിവസം, പക്ഷെ അവൻ്റെ മേൽ കൂടെ ആളുകൾ ചവിട്ടിക്കയറി, അവൻ മരിച്ചുപോയി. അപ്പം നമ്മുടെ അവിശ്വാസം കൊണ്ട് പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടാതിരിക്കുന്നു. അതുപോലെയുള്ള വേറൊരു സ്റ്റോൺ ഓഫ് ലേസിനെസ്, കഠിന അധ്വാനം ചെയ്യാൻ ദൈവം വിശ്വാസികളെ കൊണ്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റോൺ ഓഫ് ഫോൾ സാറ്റിസ്ഫാക്ഷൻ, എനിക്ക് ഇത്രയൊക്കെ മതി, ഒരു ചർച്ച് 10-12 അത് മതി. ഇല്ല, 1000 പേരെ വിളിച്ചു കൂട്ടി ദൈവത്തിലേക്ക് ആക്കാണ്ട് നിങ്ങൾ അല്പത്തിൽ സന്തോഷിക്കുന്ന ദൈവത്തിന് സങ്കടമാണ്. വിളിച്ച് ഉറക്കപ്പറ, അനേകർ കടന്നു വരട്ടെ. അതുപോലെ തന്നെ
ദ സ്റ്റോൺ ഓഫ് കെയർലെസ്നെസ്, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ആഗ്രഹിക്കാതിരിക്കുന്നത്, ഇതെല്ലാം പാപമാണ്. ഈ കല്ലുകളെല്ലാം ഉരുട്ടി മാറ്റാതെ ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ കല്ലുകൾ നമ്മൾ മാറ്റേണ്ടതാണ്. ഉരുട്ടി മാറ്റാൻ ദൈവം പറയുമ്പം ഉരുട്ടി മാറ്റപ്പെടട്ടെ. നമുക്ക് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നതിനായ പൊന്നു ദൈവമേ, പല കല്ലുകളാണ് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവിശ്വാസം, മടി, ഇത്രയൊക്കെ മതി, എനിക്ക് ഇത്രയൊക്കെ മതി, ഇത് മതി, മറ്റുള്ളവരെക്കുറിച്ച് കരുതാതിരിക്കുക, ഇതെല്ലാ കല്ലുകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റപ്പച്ച. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, മാറിപ്പോട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. നീ ആരെന്നും ജീവൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ഉടയവനായ ദൈവമാണെന്നും അവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തേ ഒക്കത്തുള്ളൂ. വിശ്വാസം, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസത്തിന് എന്ത് പ്രയോജനം? വിശ്വാസം സാച്ചുറേറ്റ് ചെയ്യുമ്പം പ്രവൃത്തി വരും അപ്പച്ച. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അബ്രഹാം വിശ്വസിച്ചു, നീതിയായിട്ട് കണ്ടു. പക്ഷെ അബ്രഹാം വിശ്വസിച്ചപ്പോൾ തൻ്റെ മകനെ കൊണ്ട് യാഗപീഠത്തിന്മേൽ വെച്ചു കഴിഞ്ഞു കർത്താവേ. പ്രവൃത്തി ഉണ്ടായിരുന്നു കർത്താവേ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെക്കുറിച്ച് വേദപുസ്തകം ഒരിക്കൽ പോലും നല്ലതാണെന്ന് പറയുന്നില്ല. വിശ്വാസം ഘനീഭവിക്കുമ്പോൾ പ്രവൃത്തി വരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. നീ ആരെന്നുള്ളത് ഈ കല്ലുകൾ മാറിപ്പോട്ടെ. അവിശ്വാസത്തിൻ്റെ, അലസതയുടെ, മടിയുടെ, ഇത്രയൊക്കെ മതി. മറ്റുള്ളവരെക്കുറിച്ച് കരുതാതിരിക്കുന്നത്, എനിക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാൻ സുഖമായിട്ടിരിക്കുന്നു, മറ്റുള്ളവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരുടെ വേദന എന്തെന്ന് മനസ്സിലാക്കാതിരിക്കുന്ന അഴുക്ക് സ്വഭാവം ഞങ്ങളിൽ എടുത്തു മാറ്റി ആ കല്ലുകളെല്ലാം ഉരുട്ടി മാറ്റി മരിച്ചു കിടക്കുന്ന ലാസറസിനെ ഉയർത്തിച്ചതുപോലെ അനേക മക്കൾക്ക് ജീവനെ അയക്കുന്നു. എഴുന്നേറ്റുക, നിത്യപ്രകാശമാകുന്ന ജീവൻ നീ ആകുന്ന പച്ച. നിൻ്റെ കൈ അങ്ങോട്ട് കണ്ടു ചെന്നിട്ട് എല്ലാവരെയും കൈക്ക് പിടിച്ച് ഉണർത്തുന്നതിന്, ഉയർത്തുന്നതിന്, ജീവൻ കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. വഴിയോരത്ത് കിടക്കുന്ന മക്കളെയൊക്കെ നീ തോളോട് ചേർത്ത് കൊണ്ടുവരുന്നു. അമ്മയപ്പന്മാരെ സൈഡിൽ പിടിച്ച് കൈ പിടിച്ച് കൊണ്ട് നടത്തി വരുന്നു. ഇത്ര നല്ലൊരു ഇടയനുണ്ടായിട്ട് ഞങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിൻ്റെ വിശ്വാസം ഞങ്ങളിൽ ഇട്ട് തരണമേ അപ്പച്ച. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ കടന്നു വന്ന് ഞങ്ങളെ വിശ്വാസത്തിൽ ബലമുള്ളവരാക്കി മാറ്റണമേ. ഈ പാറകൾ എത്ര വലിയ പാറയാണെങ്കിലും, എത്ര വലിയ ആഴമേറിയ താഴ്വരയാണെങ്കിലും അതെല്ലാം സമഭൂമിയാക്കാൻ നിനക്ക് കഴിയും. സെറിബാബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദുഷ്ടശക്തി അഴിഞ്ഞു പോകട്ടെ അപ്പച്ച. ഞങ്ങളുടെ വിശ്വാസത്തിന് മുമ്പിൽ നിൽക്കുന്ന സകല തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. അതിപരിശുദ്ധനായ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് സകല തടസ്സങ്ങളും നീക്കി ലാസറസെ എഴുന്നേറ്റുക എന്ന് പറഞ്ഞതുപോലെ അനേക മക്കളെ വിളിച്ചു മാറ്റി നിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് പുതുവെളിച്ചം കാണിച്ച് ജീവൻ്റെ പാതയിൽ നടത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം. നിൻ്റെ കയ്യിലേക്ക് അവരെല്ലാം ഏൽപ്പിച്ചു തരുന്നു. ഒരാൾ പോലും വഴിയോരത്ത് തളർന്നു പോകാൻ ഇടയാക്കല്ലേ. ജീവവെള്ളം കൊടുക്കണമേ. ജീവനദി ഒഴുകട്ടെ, പ്രകാശം വരട്ടെ. ജീവൻ്റെ ഉറവിടമാണ് ക്രിസ്തുവിനെ അവരെല്ലാം ഏൽപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാത്തിനെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരും മക്കൾ മരുമക്കൾ കൊച്ചു പൈതങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും യേശുവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. നാഥൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മുൻപടയും പിൻപടയുമായിട്ട് നിൽക്കുന്നതിന് സ്തോത്രം. വൻകാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.